നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവാഹ വാഗ്ദാനത്തിൽ വഞ്ചിക്കപ്പെട്ടതിനെ തുടർന്ന് ആറാട്ടുപുഴ സ്വദേശിനി ജീവനൊടുക്കിയ സംഭവം. പോലീസ് നിഷ്ക്രിയത്വത്തിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ ജ്വാലയും നടത്തി. ജില്ലയിൽ 219 പേർക്ക് കോവിഡ്. 2 പേർ വിദേശത്തു നിന്നും 6 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം. 210 പേർക്ക് രോഗം സമ്പർക്കത്തിലൂടെ. കായംകുളം നഗരസഭാ പരിധിയിൽ 16 പേർക്ക് കൂടി കോവിഡ്. ജില്ലയിൽ 11,953 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് 336 പേരെ. ആകെ 2,456 പേർ ആശുപത്രി നിരീക്ഷണത്തിൽ. ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. കടൽക്ഷോഭമുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വിവാഹ വാഗ്ദാനത്തിൽ വഞ്ചിക്കപ്പെട്ടതിനെ തുടർന്ന് ആറാട്ടുപുഴ പെരുമ്പള്ളി സ്വദേശിനിയായ അർച്ചന എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ അന്വേഷണത്തിൽ പോലീസ് കാട്ടുന്ന നിഷ്ക്രിയത്വത്തിനെതിരെയും യുവതിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടും ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന റാലിയിലും കൊച്ചിയുടെ ജെട്ടി പാലത്തിൽ നടന്ന പ്രതിഷേധ ജ്വാലയിലും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ടതിനെ തുടർന്ന് ആറാട്ടുപുഴ പെരുമ്പള്ളി സ്വദേശിനിയായ അർച്ചന എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ അന്വേഷണത്തിൽ പോലീസ് കാട്ടുന്ന നിഷ്ക്രിയത്വത്തിനെതിരെയും യുവതിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചത്. ജീവന് തുല്യം സ്നേഹിക്കുന്ന മനുഷ്യർ പണത്തിന്റെയും മറ്റ് പരിഗണനകളുടെയും പേരിൽ പെൺകുട്ടികളെ വഞ്ചിക്കുക എന്നത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം നമ്മുടെ നാട്ടിലാകമാനം ദുരന്ത ചിത്രമായി മാറുകയാണ്. സ്നേഹിക്കുക, പ്രണയിക്കുക, സൗകര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ബന്ധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകും. പക്ഷെ നാട്ടിലെ സ്നേഹിക്കുന്ന മനസ്സുകൾക്ക് പലപ്പോഴും അത് താങ്ങാൻ കഴിയില്ല. റാലിയിലും കൊച്ചിയുടെ ജെട്ടി പാലത്തിൽ നടന്ന പ്രതിഷേധ ജ്വാലയിലും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. പ്രതിഷേധ ജ്വാലയുടെ ഉദ്ഘാടനം AITUC സംസ്ഥാന നേതാവ് പ്രസാദ് നിർവഹിച്ചു. ഈ വേദി, ഈ തുടക്കം എന്തുകൊണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആലപ്പുഴ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. ലിജു, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ബബിത ജയൻ, വിനോദ് കുമാർ പാണ്ഡവത്ത്, ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം S. ശ്യാമകുമാർ, ജനകീയ കൂട്ടായ്മ അംഗം B. ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. സങ്കടപ്പെടുത്തിയ അവർക്ക് മാതൃകാപരമായ ശിക്ഷയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഞാനും ഉണ്ടാവും കൂടെ. നീതി തരൂ, നീതി തരൂ, നീതി തരൂ, നീതി തരൂ. അർച്ചനയ്ക്ക് നീതി തരൂ, അർച്ചനയ്ക്ക് നീതി തരൂ, അർച്ചനയ്ക്ക് നീതി തരൂ. CDNet ന്യൂസ്, ആറാട്ടുപുഴ. ജില്ലയിൽ 219 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2 പേർ വിദേശത്തു നിന്നും 6 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം സ്ഥിരീകരിച്ചു. 210 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ജില്ലയിൽ 219 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2 പേർ വിദേശത്തു നിന്നും 6 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 210 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. വിദേശത്തു നിന്ന് വന്ന 2 കായംകുളം സ്വദേശികൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ചെന്നിത്തല, കായംകുളം സ്വദേശികൾ തുടങ്ങിയവർക്കുൾപ്പെടെയാണ് സമ്പർക്കത്തിലൂടെ അല്ലാതെ രോഗം ബാധിച്ചത്. ഫർണിക്കാവ് സ്വദേശികളായ 8 പേർ, ചെട്ടികുളങ്ങര സ്വദേശികളായ 3 പേർ, ചെന്നിത്തല സ്വദേശിയായ 1, ഹരിപ്പാട് സ്വദേശികളായ 5 പേർ, കായംകുളം സ്വദേശികളായ 21 പേർ, മാന്നാർ സ്വദേശിയായ 1, മാവേലിക്കര സ്വദേശികളായ 10 പേർ, നൂർനാട് സ്വദേശികളായ 3 പേർ, പത്തിയൂർ സ്വദേശികളായ 15 പേർ, പാലമേൽ സ്വദേശികളായ 4 പേർ, താമരക്കുളം സ്വദേശികളായ 5 പേർ,
തഴക്കര സ്വദേശികളായ 2 പേർ, തൃക്കുന്നപ്പുഴ സ്വദേശികളായ 2 പേർ തുടങ്ങിയവർക്കുൾപ്പെടെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിരിക്കുന്നത്. അതേസമയം ജില്ലയിൽ 202 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. ഇതോടെ ആകെ 7080 പേരാണ് ജില്ലയിൽ രോഗമുക്തരായത്. 2806 പേരാണ് ഇപ്പോൾ കോവിഡിന്റെ ചികിത്സയിലുള്ളത്. CDNet ന്യൂസ്, കായംകുളം. കായംകുളം നഗരസഭാ പരിധിയിൽ 16 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചു. ഇതിൽ കൂടുതൽ പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. 11 വാർഡുകളിലാണ് പുതിയതായി രോഗബാധിതരുള്ളത്. കായംകുളം നഗരസഭാ പരിധിയിൽ 16 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചു. ഇതിൽ കൂടുതൽ പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായിരിക്കുന്നത്. 1, 2, 7, 9, 12, 36, 37, 39, 43 എന്നീ വാർഡുകളിലാണ് രോഗബാധിതരുള്ളത്. 39-ാം വാർഡിൽ മാത്രം 3 രോഗികളാണ് ഉള്ളത്. 16, 36, 37 വാർഡുകളിൽ 2 പേർക്ക് വീതവും രോഗമുണ്ട്. ബാക്കിയുള്ള വാർഡുകളിൽ ഓരോ രോഗികളാണ് ഉള്ളത്. CDNet ന്യൂസ്, കായംകുളം. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 11,953 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് 336 പേരെയാണ്. 224 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ 2,456 പേരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 11,953 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആശുപത്രി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് 336 പേരെയാണ്. 224 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ 2,456 പേരാണ് ഇപ്പോൾ ആശുപത്രി നിരീക്ഷണത്തിലുള്ളത്. ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് 914 പേരെയാണ്. 437 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ 1,14,109 പേർ ജില്ലയിൽ സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയരായി. CDNet ന്യൂസ്, കായംകുളം. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ സംസ്കാരം പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് സാന്നിധ്യത്തിൽ കായംകുളം നഗരസഭ പൊതുശ്മശാനത്തിൽ നടന്നു. കായംകുളം ഒന്നാംകുറ്റി അഗതി മന്ദിരത്തിലെ രാജപ്പന്റെ മൃതദേഹം 3 ദിവസമായി താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച സംസ്കരിക്കാനായി ശ്മശാനത്തിൽ എത്തിക്കാനിരിക്കെ പ്രദേശവാസികൾ എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ R. ഗിരിജയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളാണ് നഗരസഭ ശ്മശാനത്തിൽ സംസ്കരിക്കാനുള്ള സാധ്യതയൊരുക്കിയത്. പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് സാന്നിധ്യത്തിൽ കായംകുളം ഒന്നാംകുറ്റി പ്രതീക്ഷ അഗതി മന്ദിരത്തിലെ അന്തേവാസിയായിരുന്ന മുരുക്കുമൂട് സ്വദേശി രാജപ്പന്റെ മൃതദേഹം കായംകുളം നഗരസഭ 35-ാം വാർഡിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. കഴിഞ്ഞ 3 ദിവസമായി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മൃതദേഹം. പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് പ്രശ്നങ്ങളും തുടങ്ങിയത്. വെള്ളിയാഴ്ച നഗരസഭാ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങിന് ഒരുക്കങ്ങൾ നടത്തിയെങ്കിലും പ്രദേശത്തെ ജനങ്ങൾ ശ്മശാനത്തിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ R. ഗിരിജയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളാണ് നഗരസഭാ ശ്മശാനത്തിൽ സംസ്കരിക്കാനുള്ള സാധ്യത ഒരുക്കിയത്. ജില്ലാ ഭരണകൂടവും പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. ശനിയാഴ്ച വൈകുന്നേരത്തോടെ ചിലർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ വൈകിട്ട് 6 മണിക്ക് തീരുമാനിച്ച സംസ്കാര ചടങ്ങ് വീണ്ടും അനിശ്ചിതത്വത്തിലായി. തുടർന്ന് വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയതോടെയാണ് പ്രതിഷേധക്കാർ പിൻവലിഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമി റെസ്ക്യൂ വിഭാഗമായ ARWന്റെയും ടീം വെൽഫെയറിന്റെയും സന്നദ്ധ പ്രവർത്തനത്തിലൂടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കായംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ R. ഗിരിജ, ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം ചീരാമത്ത്, SI ഷൈജു ഇബ്രാഹിം എന്നിവർ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിച്ചു. CDNet ന്യൂസ്, കായംകുളം. കായംകുളം നഗരസഭാ പ്രദേശത്തെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF കൌൺസിലർമാർ 22-ന് നഗരസഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ U. മുഹമ്മദ് അറിയിച്ചു. ശീതീകരിച്ച പുതിയ കൌൺസിൽ ഹാൾ നിർമ്മിക്കാൻ നീക്കം നടത്തിയതും COVID-19 മറവിൽ കോടിക്കണക്കിന് രൂപ വകമാറ്റി ചിലവഴിച്ചും പദ്ധതി പണം ദൂർത്തടിക്കുകയാണെന്ന് മുഹമ്മദ് ആരോപിച്ചു. ഭരണ നേതൃത്വത്തിന്റെ ജനദ്രോഹ നടപടികൾക്ക് കൂട്ടുനിന്ന് ആനുകൂല്യങ്ങൾ പറ്റുന്ന LDF കൌൺസിലർമാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും പറഞ്ഞു. കായംകുളം നഗരസഭാ പ്രദേശത്തെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF കൌൺസിലർമാർ 22-ന് നഗരസഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് U. മുഹമ്മദ് അറിയിച്ചു. 5 വർഷം പൂർത്തീകരിച്ച് നഗരസഭാ കൌൺസിലർമാർ തങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഈ നഗരസഭയിലെ 44 വാർഡുകളിലെ 100 കണക്കിന് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ 2 പ്രളയത്തിൽ തകർന്നുപോയ റോഡുകൾ ഉൾപ്പെടെ സമീപകാലത്തെ വെള്ളപ്പൊക്കത്തിലും നഷ്ടപ്പെട്ട റോഡുകളുണ്ട്. അങ്ങനെ ഓരോ വാർഡിലും നിരവധി മുനിസിപ്പൽ റോഡുകളാണ്
തകർന്ന തരിപ്പണമായി കിടക്കുന്നു. 24 കോടി രൂപയാണ് പദ്ധതി വിഹിതമായി നഗരസഭയ്ക്ക് ഈ വർഷം ലഭിച്ചത്. ഇതിൽ 55% തുക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വിനിയോഗിക്കാനുള്ളതാണ്. 3 മാസം മുൻപ് 15 ലക്ഷം രൂപയുടെ റോഡ് വർക്കുകൾ ഓരോ വാർഡിലും ചെയ്യുന്നതിനുള്ള എസ്റ്റിമേറ്റ് എടുത്ത് നൽകാൻ നഗരസഭ ഭരണാധികാരികൾ കൌൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. റോഡ് പണികളുടെ ഫണ്ട് നിരസിച്ച ഭരണ നേതൃത്വം 70 വർഷം പഴക്കമുള്ള നഗരസഭാ കെട്ടിടത്തിന്റെ 3ാം നിലയിൽ 1 കോടിയോളം രൂപ ചിലവഴിച്ച് ശീതീകരിച്ച പുതിയ കൌൺസിൽ ഹാൾ നിർമ്മിക്കാനും കോവിഡ്-19 മറവിൽ കോടിക്കണക്കിന് രൂപ വകമാറ്റി ചിലവഴിക്കാനും പദ്ധതി പണം ദൂർത്തടിക്കാനും ശ്രമിക്കുകയായിരുന്നുവെന്നും യു മുഹമ്മദ് ആരോപിച്ചു. കായംകുളം നഗരചരിത്രത്തിലെ ഏറ്റവും പിടിപ്പുകെട്ട അഴിമതി നിറഞ്ഞ ഒരു ഭരണമായി ഇത് മാറുകയാണ്. ഈ ഭരണ നേതൃത്വത്തിന് കുടപിടിക്കുന്ന നഗരസഭയിലെ ഇടതുപക്ഷ കൌൺസിലർമാർ യഥാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. കായംകുളം നഗരസഭയിലെ ഇടതുപക്ഷ ഭരണ നേതൃത്വം ഈ സാമ്പത്തിക വർഷം പദ്ധതി നിർവഹണത്തിൽ കടുത്ത അനീതിയും അലംഭാവവും ഇപ്പോൾ കാണിക്കുന്നത്. അതിനെതിരായി നഗരസഭയിലെ UDF കൌൺസിലർമാർ 22-ാം തീയതി നഗരസഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരം അനുഷ്ഠിക്കുകയാണ്. UDF യോഗത്തിൽ അഡ്വക്കേറ്റ് യു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. എ ഇർഷാദ്, ഗായത്രി തമ്പാൻ, എ ഹസൻ കോയ, MAK ആസാദ്, കടയിൽ രാജൻ, നവാസ് മുണ്ടകത്തിൽ, KP കൃഷ്ണകുമാരി, കാവിൽ നിസാം, ഷീബാദാസ്, ഫാമിനി, സുമയ്യ, ഷാനവാസ്, ഷീജ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം. മികച്ച ഹാസ്യനടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം കായംകുളം പള്ളിക്കൽ സ്വദേശിനി രശ്മി അനിലിന് ലഭിച്ചത് നാടിന് അഭിമാനമായി. വിവിധ പരിപാടികളിലെയും സീരിയലുകളുടെയും അഭിനയ മികവ് കണക്കിലെടുത്താണ് രശ്മിക്ക് അവാർഡ് നൽകിയത്. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ഹാസ്യനടിക്കുള്ള പുരസ്കാരം കായംകുളം പള്ളിക്കൽ സ്വദേശിനി രശ്മി അനിലിന് ലഭിച്ചത് നാടിന് അഭിമാനമായി. വിവിധ ടെലിവിഷൻ പരിപാടികളിലെയും സീരിയലുകളിലെയും അഭിനയ മികവ് കണക്കിലെടുത്താണ് രശ്മിക്ക് അവാർഡ് നൽകിയത്. വിവിധ ചാനലുകളുടെ കോമഡി പ്രോഗ്രാമുകളിൽ രശ്മി ഒരു അഭിവാജ്യ ഘടകമാണിപ്പോൾ. ചില ചാനലുകളിൽ രശ്മി മുഖ്യതാരമാകുന്ന കോമഡി പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. സ്കിറ്റ് രൂപത്തിലുള്ള പരിപാടികളിലാണ് ഈ കലാകാരി ഏറെയും തിളങ്ങിയിരിക്കുന്നത്. ഹാസ്യരസ പ്രധാനമായ പല വേഷങ്ങളിലൂടെയുള്ള മനോഹരമായ പകർന്നാട്ടം, തനി ഓണാട്ടുകര ഭാഷയിലുള്ള വാചാലത, വാക്കിനു വാക്കുള്ള ദ്രുത പ്രതികരണം, ഇങ്ങനെ രശ്മിയുടെ അഭിനയത്തെ ജനപ്രിയമാക്കുന്ന ഘടകങ്ങൾ നിരവധിയാണ്. ഒട്ടേറെ സിനിമകളിലും രശ്മി താരമായിട്ടുണ്ട്. കേരള നാടിന്റെ ത്യാഗോജ്വലങ്ങളിൽ തൊടുകുറി അടിയിച്ച ഭാരതമേ, തുഞ്ചന്റെ തത്തേ തത്തേട തുഞ്ച, തുഞ്ചന്റെ തത്തേ തത്തേട തുഞ്ച, ഒന്നു കൊത്തു തുഞ്ചത്തൊന്നു കൊത്തു, കായംകുളം പള്ളിക്കൽ ചാങ്ങേത്തറയിൽ വീട്ടിൽ കൃഷ്ണപിള്ള രത്നമ്മ ദമ്പതികളുടെ മകളാണ് രശ്മി. ഭർത്താവ് അനിൽകുമാർ, മക്കളായ കൃഷ്ണപ്രിയ, ശബരിനാഥ് എന്നിവരടങ്ങുന്നതാണ് കുടുംബം. CDNet ന്യൂസ് കായംകുളം. സംസ്ഥാന സർക്കാരിനെതിരെ UDFും BJPയും നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരെയും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനെതിരെയും കൊലപാതകങ്ങൾക്കും അക്രമത്തിനുമെതിരെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കായംകുളം ഏരിയ കമ്മിറ്റി പ്രതിഷേധ റാലി നടത്തി. മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷററും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് CS സുജാത ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസും BJPയും നടത്തുന്ന കള്ളപ്രചാരണങ്ങൾക്കെതിരെയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കോൺഗ്രസ് BJP നിലപാടിനെതിരെയും കൊലപാതകങ്ങൾക്കും ആക്രമണങ്ങൾക്കും എതിരെയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷററും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് CS സുജാത യോഗം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കായംകുളം നഗരസഭ അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും വികസനം എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതല ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഏൽപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുണ്ടാവാൻ പാടില്ല എന്ന് സമരക്കാർക്കറിയാം. ഇല്ലാ കഥകളെല്ലാം തന്നെ പ്രചരിപ്പിച്ച് ആളുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെയും അത് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെയും ക്ഷീണിപ്പിക്കാമെന്നാണ് UDFും BJPയും എല്ലാം തന്നെ കരുതുന്നത്. എന്തെല്ലാം നാടകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. KL പ്രസന്നകുമാരി,
അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി പി ശശികല സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മിനീസ, ലീല ഗോകുൽ, ജനുഷ, രഞ്ജിതം, പ്രസന്ന, കുൽസുമ തുടങ്ങിയവർ സംസാരിച്ചു. സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുൽത്താന APG അടക്കമുള്ള പ്രമുഖരായ നേതാക്കന്മാരെയെല്ലാം ഡൽഹിയിലെ വർഗീയ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ബന്ധപ്പെട്ട് തന്നെ കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെമ്പാടും ഇവിടെ കൊലപാതകങ്ങൾ നടക്കണം. CDNet ന്യൂസ് കായംകുളം. മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിവരുന്ന ജനകീയ സമരങ്ങൾക്കെതിരെയുള്ള പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിൽ അനുഷ്ഠിച്ചുവന്ന 24 മണിക്കൂർ നിരാഹാര സത്യാഗ്രഹ സമരം സമാപിച്ചു. സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി M നൌഫൽ ഉദ്ഘാടനം ചെയ്തു. NIA ചോദ്യം ചെയ്യലിന് വിധേയനായ മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിവരുന്ന ജനകീയ സമരങ്ങൾക്കെതിരെയുള്ള പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിൽ നടന്ന 24 മണിക്കൂർ നിരാഹാര സത്യാഗ്രഹ സമരം സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചേക്കോടനും ബ്ലോക്ക് സെക്രട്ടറി ബേബി ജോൺ കൊച്ചുവീട്ടിലും KSU കായംകുളം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ലിജിൻ സാജനും മൂന്നാംകുറ്റി ജംഗ്ഷനിൽ അനുഷ്ഠിച്ചു വന്ന സമരത്തിന്റെ സമാപന സമ്മേളനമാണ് നടന്നത്. സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി M നൌഫൽ ഉദ്ഘാടനം ചെയ്തു. അതിക്രൂരമായിട്ടാണ് പിണറായിയുടെ പോലീസ് എന്ന് പറയുന്നില്ല, കാരണം പിണറായിയുടെ ഗുണ്ടകളാണ് പോലീസ് മാറിയിരിക്കുകയാണ്. ആ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചതിനെതിരെ ഗാന്ധിയൻ രീതിയിലുള്ള സമരങ്ങൾക്ക് ഇവിടെ 3 ചെറുപ്പക്കാർ കഴിഞ്ഞ 26 മണിക്കൂറായി പട്ടിണി കിടക്കുകയാണ്. രാഷ്ട്രീയക്കാർ എന്ന് പറയുമ്പോൾ മുഖം ചൊളിക്കുന്ന ഇവിടുത്തെ മറ്റ് ആൾക്കാരും കൂടെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസ് കായംകുളം മണ്ഡലം പ്രസിഡന്റ് സൽമാൻ പൊന്നേറ്റിൽ അധ്യക്ഷത വഹിച്ചു. G രാധാകൃഷ്ണൻ, സുരേഷ് തോമസ് നൈനാൻ, കട്ടച്ചിറ ശ്രീകുമാർ, KR ഷൈജു, S നന്ദകുമാർ, G വേണുഗോപാൽ, ശിവകുറുപ്പ് രുദ്രാക്ഷം, ശിവൻപിള്ള, ചന്ദ്രിക തങ്കപ്പൻ, നിഷ കേസാം, ഷീജകുമാരി L അമ്പിളി, രജനി വർഗീസ്, ശരത് കുമാർ, വിവേക് M കല്ലൂർ, വർഗീസ് 3 കണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കറ്റാനം. BJP കായംകുളം ടൗൺ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 70ാം പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി 70 അമ്മമാർക്ക് സെറ്റ് മുണ്ടുകൾ നൽകി ആദരിച്ചു. BJP കായംകുളം ടൗൺ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 70ാം പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി 70 അമ്മമാർക്ക് സെറ്റുമുണ്ടുകൾ നൽകി ആദരിച്ചു. സംസ്ഥാന സമിതി അംഗം പാറയിൽ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിജിയുടെ 70ാം പിറന്നാളിനോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഈ കോവിഡ് മഹാമാരിയുടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആഘോഷ തിമിർപ്പിലാണ് ജനങ്ങൾ. ടൗൺ നോർത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ 70 വയസ്സ് തികഞ്ഞ 70 അമ്മമാർക്ക് സെറ്റും മുണ്ടും നൽകി അവരെ ആദരിക്കും. അമ്മമാരുടെ പിറന്നാളിന് മക്കൾ കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. ടൗൺ നോർത്ത് കമ്മിറ്റി പ്രസിഡന്റ് R വിനോദ് അധ്യക്ഷനായി. K വെങ്കടേഷ്, S മഹേഷ്, ജയകുമാർ, അഡ്വക്കേറ്റ് സജീവ് തവക്കൽ, സുവർണകുമാർ, രാജേഷ് കമ്മത്ത്, ശാന്താരാജൻ, ശിവപ്രസാദ്, സോമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU കായംകുളം ഈസ്റ്റ് യൂണിറ്റ് ഓൺലൈൻ ക്ലാസ്സിന് സ്വന്തമായി TV ഇല്ലാത്ത വിദ്യാർത്ഥിക്ക് TV വിതരണം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ വിതരണം നിർവഹിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU കായംകുളം ഈസ്റ്റ് യൂണിറ്റ് ഓൺലൈൻ ക്ലാസ്സിന് സ്വന്തമായി TV ഇല്ലാത്ത വിദ്യാർത്ഥിക്ക് TV വിതരണം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ വിതരണം നിർവഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K രഘുനാഥ്, ഡിവിഷൻ സെക്രട്ടറി മാത്യു വർഗീസ്, പ്രസിഡന്റ് B രഘുനാഥൻ, ഷാജി PC, ജയൻ, R ബിജു, A അക്ബർ, വിനോദ് കുമാർ, N പ്രഭാകരൻ, J ചന്ദ്രിക, സീന പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ആവശ്യം തന്നെ ഉന്നയിക്കുന്നത് ഈ പ്രദേശത്തെ പൊതുപ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള ബിജുവും അക്ബറും അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും ഒക്കെയാണ്. അത് ന്യായമായി പരിഗണിക്കുകയും അനുഭാവപൂർവ്വ നിലപാട് സ്വീകരിക്കുകയും വലിയ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരമൊരു സഹായം എത്തിക്കാൻ തീരുമാനിച്ച KSEB വർക്കേഴ്സ് അസോസിയേഷന്റെ ഈസ്റ്റ് സെഷനിലെ യൂണിറ്റ് ഭാരവാഹികളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. CDNet ന്യൂസ് കായംകുളം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയൊഴികെ ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. കടൽക്ഷോഭം ഉള്ളതിനാൽ സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് ആവശ്യപ്പെട്ടു.
സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകൾ ഒഴികെ മിക്ക ജില്ലകളിലും ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കടൽക്ഷോഭം സാധ്യത ഉള്ളതിനാൽ സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിക്കുന്നു. CDNet ന്യൂസ് കായംകുളം. കോവിഡ് കാലത്തെ കലാകാരന്മാരുടെ ജീവിതത്തിന്റെ നേർചിത്രം അവതരിപ്പിച്ചുകൊണ്ട് കായംകുളത്തെ ഒരു കൂട്ടം കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ അണിയറയിലെ കോമാളികൾ എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. യൂട്യൂബിൽ റിലീസ് ചെയ്ത ചിത്രം ഉള്ളടക്കത്തിന്റെ സാമൂഹ്യ പ്രസക്തി കൊണ്ട് ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സാറ് പറഞ്ഞു 3 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന്, അത് തരാൻ പറഞ്ഞു. 2 ദിവസം കഴിയട്ടെ മോനെ, തരാം. ആ അതെ, ബാക്കി കാശ് തരാനുള്ളത് തന്നിട്ട് 10 ഇട്ടാൽ മതി എന്ന് പറ. ശരി ഏട്ടാ. അതെ, അപ്പം അതും നിർത്തിയോ? സാരമില്ലടോ, പത്രം വായിക്കാതെ ജീവിക്കാമല്ലോ. പത്രവും നിർത്തി, പാലും നിർത്തി, ഇപ്പം കേബിളിൻ്റെ കണക്ഷനും പോയി. അതൊന്നും സാരമില്ലെന്നേ. ഈ കൊറോണ കഴിഞ്ഞാൽ പിന്നെ നാടകം തുടങ്ങുമല്ലേ, പിന്നെല്ലാം ശരിയാവും. ശരിയാ, ഈ കൊറോണ ഏത് കാലത്ത് തീരാനാ? കോവിഡ് കാലത്തെ സ്റ്റേജ് കലാകാരന്മാരുടെയും നാടക കലാകാരന്മാരുടെയും ജീവിതത്തിന്റെ നേർചിത്രം അവതരിപ്പിച്ചുകൊണ്ട് കായംകുളത്തെ ഒരു കൂട്ടം കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ അണിയറയിലെ കോമാളികൾ എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. യൂട്യൂബിൽ റിലീസ് ചെയ്ത ചിത്രം ഉള്ളടക്കത്തിന്റെ സാമൂഹിക പ്രസക്തി കൊണ്ട് ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഡ്രീംസ് മീഡിയ പ്രൊഡക്ഷന്റെ ബാനറിൽ സജിത അനിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അനിൽ ആദിത്യയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. COVID-19 എന്ന മഹാമാരി പെയ്തിറങ്ങിയും എത്രയോ കലാകാരികൾക്കും ഉണ്ടായ ജീവിതയാതനകളുടെ നേർക്കാഴ്ചയാണ് അണിയറയിലെ കോമാളികൾ. ഉത്സവവേദികളിൽ രാജാവായും കോടീശ്വരനായും വേഷമിട്ട കലാകാരന്മാർക്ക് എത്ര പേർക്ക് സ്വന്തമായൊരു കൂര പോലുമില്ലെന്ന സത്യം ഇവിടെ വിസ്മരിക്കപ്പെടുന്നു. മഹാമാരിയുടെ കാലത്ത് വേദികൾ നഷ്ടപ്പെടുന്ന കലാകാരന്മാരെ സമൂഹം കാണാതെ പോകരുതെന്ന സന്ദേശമാണ് താനും കൂട്ടരും നൽകാൻ ശ്രമിച്ചിരിക്കുന്നതെന്ന് അനിൽ ആദിത്യ പറഞ്ഞു. ഹ്രസ്വചിത്രത്തിൽ സമീർ സത്താറാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അഖിലേഷ് ആർ കായംകുളമാണ് സഹസംവിധാനവും എഡിറ്റിംഗും ഡബ്ബിംഗും നിർവഹിച്ചിരിക്കുന്നത്. മോനിഷ് MP, സാന്ദ്ര, അനിൽ, ആദിത്യ, അഖിലേഷ്, പാർവതി, ഗംഗ, രതീഷ്, ജയശ്രീ, ചെറുനിയൂർ ജോഷി, തീർത്ഥ ബാബു, ആദിത്യൻ തുടങ്ങിയവർ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ഈ മഹാമാരി പെയ്തിറങ്ങുമ്പോൾ നഷ്ടമായ സ്വപ്നങ്ങളെ ചിറകടിച്ചുയർത്താൻ കഴിയാതെ മുണ്ടു മുറുക്കിയെടുത്ത് പുഞ്ചിരി. CDNet ന്യൂസ് കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹ വാഗ്ദാനത്തിൽ വഞ്ചിക്കപ്പെട്ടതിനെ തുടർന്ന് ആറാട്ടുപുഴ സ്വദേശിനി ജീവനൊടുക്കിയ സംഭവം. പോലീസ് നിഷ്ക്രിയത്വത്തിനെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ ജ്വാലയും നടത്തി. ജില്ലയിൽ 219 പേർക്ക് കോവിഡ്. 2 പേർ വിദേശത്തു നിന്നും 6 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം. 210 പേർക്ക് രോഗം സമ്പർക്കത്തിലൂടെ. കായംകുളം നഗരസഭാ പരിധിയിൽ 16 പേർക്ക് കൂടി കോവിഡ്. ജില്ലയിൽ 11,953 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് 336 പേരെ. ആകെ 2,456 പേർ ആശുപത്രി നിരീക്ഷണത്തിൽ. ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. കടൽക്ഷോഭമുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.